ലക്ഷദ്വീപിൽ 42ാമത് ഇന്റർനാഷണൽ സുബ്രതോ മുഖർജി കപ്പ് ഫുട്ബോൾ അണ്ടർ-17 സെലക്ഷൻ ടൂർണമെന്റിന് ആവേശകരമായ സമാപനം. കവരത്തി സ്കൂൾ സ്റ്റേഡിയത്തിലെ മത്സരം കാണാൻ നിരവധി കായിക പ്രേമികളാണ് അണിനിരന്നത്. 10 ദിവസം നീണ്ടുനിന്ന ഫുട്ബോൾ പോരാട്ടത്തിൽ 9 ദ്വീപുകളിൽ നിന്നായി 18ഓളം ടീമുകളാണ് മാറ്റുരച്ചത്. ആവേശകരമായ മത്സരങ്ങൾക്കും വർണ്ണാഭമായ പരിപാടികൾക്കും ഒടുവിൽ കവരത്തി ദ്വീപിൽ ടൂർണമെന്റിന് തിരശ്ശീല വീണു. നിറഞ്ഞു കവിഞ്ഞ കാണികളെ സാക്ഷിയാക്കി നടന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അണ്ടർ-17 വിഭാഗത്തിൽ ടീം അന്ത്രോത്ത് ചാമ്പ്യന്മാരായി. ഇരുവിഭാഗങ്ങളിലും അഗത്തി ദ്വീപിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അന്ത്രോത്ത് മഹാത്മാഗാന്ധി സീനിയർ സെക്കൻഡറി സ്കൂൾ കിരീടം സ്വന്തമാക്കിയത്. നിറപ്പകിട്ടാർന്ന സമാപന ചടങ്ങിൽ ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അവനേഷ് കുമാർ മുഖ്യാതിഥിയായി. വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. And there is one particularly noteworthy aspect of this tournament, the participation of girls football team from all the islands. This is a wonderful development and a very encouraging sign. I congratulate all the young girls who participated. I am particularly happy to note that the winning team will now get the opportunity to represent the Lakshadweep at the national level competition in Delhi. ടൂർണമെന്റിലെ മികച്ച താരങ്ങളായി അന്ത്രോത്ത് ദ്വീപിലെ MP ഷഹീനയെയും സെയ്ദ് മുഹമ്മദ് ഹിഷാമിനെയും തെരഞ്ഞെടുത്തപ്പോൾ മികച്ച ഗോൾ കീപ്പർമാരായി കവരത്തി ദ്വീപിലെ മുഹമ്മദ് ഹനാനും അന്ത്രോത്ത് ദ്വീപിലെ ഫാത്തിമ സാനിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ M ഭരണി, പ്രിൻസിപ്പൽമാർ, SMC ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ സമാപന ചടങ്ങിൽ പങ്കെടുത്തു. വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും വിതരണം ചെയ്തു. ഈ മാസാവസാനം ഡൽഹിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ സുബ്രതോ മുഖർജി കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ലക്ഷദ്വീപിനെ പ്രതിനിധീകരിച്ച് ഇരു ടീമുകളും പങ്കെടുക്കും. കവരത്തി ദ്വീപിൽ നിന്നും അബ്ദുൽ സലാം, ദൂരദർശൻ ന്യൂസ്.